നമസ്കാരം. തൃശൂരിൽ INTUCയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടും അവസാന നിമിഷം ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്നെ ക്ഷണിച്ചില്ലെന്ന തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജന്റെ പരാതിക്ക് പിന്നാലെയാണ് തൃശൂരിൽ ഉണ്ടായിരുന്നിട്ടും പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. സമ്മേളന നഗരിയിലേക്കുള്ള യാത്രാമധ്യേ സതീശൻ തിരികെ മടങ്ങിയായിരുന്നു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിലാണ് സതീശൻ പങ്കെടുക്കാതെ തിരികെ പോയത്. പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു സതീശൻ. രാവിലെ തന്നെ തൃശൂരിൽ സതീശൻ എത്തുകയും ചെയ്തു. അവസാന നിമിഷമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് സംഘാടകരെ അറിയിച്ചത്. തൃശൂരിൽ 2 പരിപാടികളാണ് പ്രതിപക്ഷ നേതാവിനുണ്ടായിരുന്നത്. INTUC പരിപാടി ഒഴിവാക്കി അടുത്ത പരിപാടിയിലേക്ക് പോവുകയും ചെയ്തു. തിരക്കുകൾ മൂലമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ഇതിന് നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ ഏറെ നാളായി നിലനിൽക്കുന്ന കോൺഗ്രസ് INTUC തർക്കമാണ് തൃശൂരിലും മറനീക്കി പുറത്തു വന്നത്. INTUC പരിപാടിയിലേക്ക് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ ക്ഷണിച്ചിരുന്നില്ല. ഇക്കാര്യം DCC നേതൃത്വം സതീശനെ അറിയിച്ചു. തുടർന്നാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന തീരുമാനം എടുത്തതെന്നാണ് അറിയുന്നത്. പിന്നാലെ DCC നേതൃത്വത്തിനെതിരെ INTUC നേതാക്കൾ രംഗത്ത് വന്നു. ഇത് INTUCയുടെ പരിപാടിയാണ്, മറ്റാളുകളെ കോലം കെട്ടിക്കൊണ്ടിരുത്തി കാണിക്കേണ്ട പരിപാടിയല്ല. നാട്ടിലെ ഒരുപാട് ആളുകളെ വേദിയിലിരുത്തി മാലയിട്ട് സ്വീകരിക്കാൻ സൗകര്യമില്ലെന്നും INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി തുറന്നടിച്ചു. തൃശൂർ DCC അധ്യക്ഷൻ ജോസഫ് ടാജിന്റെ പരാതിയെ തുടർന്നാണ് INTUC ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയന്റെ ജില്ലാ ജനറൽ കൗൺസിലും M. മാധവൻ അനുസ്മരണ പരിപാടിയിലും പങ്കെടുക്കാതെയാണ് തൃശൂരിലെത്തിയ പ്രതിപക്ഷ നേതാവ് മടങ്ങിയത്. തുടർന്നാണ് INTUC ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും DCC അധ്യക്ഷനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയത്. കോൺഗ്രസിന്റെ പരിപാടിയിൽ ഞങ്ങളെയൊക്കെ സദസ്സിലാണ് ഇരുത്തിയതെന്ന് ടാജനെ കുന്നത്തുള്ളി ഓർമ്മിപ്പിച്ചു. VD സതീശന് തൃശൂരിൽ 11 മണിക്ക് INTUCയുടെ പരിപാടി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2 മണിക്ക് ശേഷമാണ് കൊടുങ്ങല്ലൂരിലെ പരിപാടി ഉണ്ടായിരുന്നത്. INTUC ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഞങ്ങൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ അറിയിച്ചില്ലെന്ന പരാതി പറഞ്ഞ് ഫോൺ കോൾ വന്നു. അതിന് പിന്നാലെയാണ് സതീശൻ പാതി വഴിയിൽ തിരിച്ചുപോയതെന്ന് സുന്ദരൻ കുന്നത്തുള്ളി കുറ്റപ്പെടുത്തി. ഇവിടെ ഇരിക്കുന്നത് ചുമട്ടുതൊഴിലാളികളാണ്. ഓട്ടോറിക്ഷക്കാരുടെ പരിപാടി ഓട്ടോറിക്ഷക്കാർ മാത്രമായി നടത്തുന്ന പരിപാടിയാണ്. ഇതാണ് സംഘടനാ രീതിയെന്നും അദ്ദേഹം പറഞ്ഞു. INTUCയുടെ പരിപാടിയിൽ വരാൻ തയ്യാറായതിന് സതീശന് നന്ദി. സതീശന് കയ്യടി കൊടുക്കാൻ സദസ്സിനോട് ആവശ്യപ്പെടുന്നു. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരിപാടി നേരത്തെ ഇതേ ടൗൺ ഹാളിൽ നടന്നു. അന്ന് തനിക്ക് മുൻ DCC അധ്യക്ഷനായ ജോസ് വള്ളൂരിനും TN പ്രതാപനും ഒന്നും വേദിയിലിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അന്ന് ഞങ്ങൾ എല്ലാവരും താഴെയിരുന്നു. ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടനാ മഹത്വം. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്റെ സംഘടനാ പദവികൾ തെറിക്കുമായിരിക്കും. അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് തെറിക്കട്ടെ എന്നും സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. ഞാൻ ഈ പറയുന്നത് കണ്ട് കേട്ടിട്ടെങ്കിലും അവർ നന്നാവട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പരാതികൾ കേൾക്കുന്നത് മുടക്കുന്നവർ ഈ പദവിയിലിരിക്കുന്നത് പാർട്ടിക്ക് എത്ര ഗുണം ചെയ്യുമെന്നും കുന്നത്തുള്ളി ചോദിച്ചു. പരിപാടിക്ക് എത്തുന്നത് മുടക്കുന്നവർ പാർട്ടിയിലിരിക്കുന്നത് നല്ലതല്ലെന്നായിരുന്നു R ചന്ദ്രശേഖരന്റെ വിമർശനം. കുറച്ചുനാളായി തുടരുന്ന കോൺഗ്രസ് INTUC പോര് ഇന്നത്തെ സംഭവത്തോടെ മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് കണ്ടത്. സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസും INTUCയും 2 തട്ടിലാണ് സഞ്ചരിച്ചിരുന്നത്. ആശാസമരത്തിന് പിന്തുണ നൽകുന്നതിൽ INTUCയെ കോൺഗ്രസ് ഇടപെട്ട് നിലപാട് തിരുത്തിച്ചിരുന്നു. ഇടക്കാലത്ത് ഇരുകൂട്ടരും ഒരുമിക്കുന്നുവെന്ന സൂചനകളും വന്നിരുന്നു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമെല്ലാം ട്രേഡ് യൂണിയന്റെ പരിപാടികളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു.